രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഗാന്ധി, സണ്ണി ജോസഫ്, വി ഡി സതീശൻ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. അതിജീവിത അൺഫിലിറ്റുണ്ട് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, അതിന് പിന്നാലെ കേസെടുത്തിരിക്കുന്നു. തൊട്ടുപിറകെ ദേശീയ നേതൃത്വത്തിനും ഒപ്പം സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി, വി ഡി സതീശൻ ഇവർക്കൊക്കെ അതിജീവിത രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ ആദ്യം പറയൂ. മായ, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു നിർണായകമായ ചുവടുവയ്പ് അല്ലെങ്കിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഈ കേസിൽ ആദ്യം മുതലേ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത് ഒരു കൃത്യമായ പരാതി രേഖാമൂലം ആരും നൽകിയിരുന്നില്ല. അത് പോലീസിനായാലും ഔദ്യോഗിക നേതൃത്വത്തിനായാലും ഔദ്യോഗികമായി ഒരു രേഖാമൂലം പരാതി, ഈ പരാതികളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ളതാണ്, സാങ്കല്പികമായ പരാതികളാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം, അത് നേതൃനിരയിൽ തന്നെ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ നിമിഷം വരെയും ഈ രീതിയിലായിരുന്നു. ഒരു പ്രതിരോധം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രതിരോധം തീർത്തുകൊണ്ടേയിരുന്നു. ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ സാഹചര്യത്തിൽ പരാതി നൽകിയ ശേഷം പോലും UDF കൺവീനർ അടൂർ പ്രകാശ് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിച്ചമച്ച പരാതിയാണ്, തെറ്റായ പരാതിയാണ്, ഈ രീതിയിലാണ് അവസാന നിമിഷവും UDF കൺവീനർ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച അല്ലെങ്കിൽ രാഹുലിനൊരു പ്രതിരോധ കവചം തീർത്തുകൊണ്ടേയിരുന്നത്. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞിരുന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരിടത്ത് പോലും, ഒരു ഘട്ടത്തിൽ പോലും ഔദ്യോഗിക നേതൃത്വത്തിന് പോലും ഒരു പരാതി ലഭിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു സർക്കാരിന്. അതിനനുസരിച്ച് അതോടൊപ്പം തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിന്, ഔദ്യോഗിക നേതൃത്വത്തിനാണ് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA ആയിരിക്കുന്ന, ജനപ്രതിനിധിയായിരിക്കും, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമാന രീതിയിൽ പരാതി സംസ്ഥാന നേതൃത്വത്തിന്, അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രണ്ടു പേർക്കും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ രേഖാമൂലം ഈ അതിജീവിത പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അതായത് ഈ പീഡന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണോ നേരിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ പരാതി, അതിന് എവിഡന്റായി ബലപ്പെടുത്തുന്ന കൃത്യമായ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖാമൂലമുള്ള ഡിജിറ്റൽ പരാതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിജീവിത കൊടുക്കുന്നു. അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ MLA ആയിരിക്കുന്ന അല്ലെങ്കിൽ മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ അതിജീവിതയുടെ ഓഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും അതിനെ നിർബന്ധിക്കുന്നു, കരഞ്ഞു കേണപേക്ഷി തന്റെ ജീവന് പോലും, കുഞ്ഞിന്റെ തന്റെ ജീവന് പോലും അപകടമാണ്, തന്റെ ജീവന് പോലും അപകടമാണ് എന്ന് കരഞ്ഞപേക്ഷിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചതാണ്. അപ്പോഴൊക്കെയും ഇത് പരാതിയുമായി എത്തിയിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കുന്ന വിഭാഗം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ഔദ്യോഗിക ഫോറത്തിൽ പോലും പരാതി കിട്ടിയിരുന്നില്ല. അവിടെയാണ് കൃത്യമായി സർക്കാരിന് പരാതി നൽകുന്നു, ഒപ്പം തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുന്നു. ഇനി കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. തീർച്ചയായും അൺഫിലിറ്റ്, ഇനി കോൺഗ്രസ് എന്ത് നടപടി രാഹുലിന്റെ കാര്യത്തിൽ എടുക്കുമെന്നുള്ളതാണ്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി, ഒപ്പം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി. സസ്പെൻഷനിലാണെന്ന് പറയുകയുണ്ടായി. ഈ സസ്പെൻഷൻ പക്ഷേ എത്ര നാളത്തേക്കാണ്, എത്ര കാലാവധിയൊന്നും അത് പറയുകയുണ്ടായിരുന്നില്ല. പക്ഷേ നേതാക്കൾ പോലും രാഹുലിന്റെ കാര്യത്തിൽ വരുമ്പോൾ രണ്ട് തട്ടിലാണ്. ഇന്നലെ തന്നെ അടൂർ പ്രകാശിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുൻപ് സുധാകരന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതികരണം നമ്മൾ കണ്ടതാണ്. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ ഉണ്ടായ സൈബർ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള ഒരു നിലപാടിലേക്കായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നീങ്ങുക? MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇവിടെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഘട്ടത്തിൽ പോലും പരാതി ഒരിടത്തും ഇല്ലാതിരുന്ന സമയത്ത് പോലും രാഹുലിനെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാഹുലിനെ സസ്പെൻഷനിൽ നിലനിർത്തിയതായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അതിനുശേഷം രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പ്രാദേശിക നേതാക്കൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു. വീട് തോടും കയറിയിറങ്ങി പ്രചാരണം നടത്തുമ്പോൾ ഔദ്യോഗിക കോൺഗ്രസ് ഫോറത്തിൽ മാത്രം പങ്കെടുക്കുന്നില്ല, പക്ഷെ മറ്റെല്ലാ കോൺഗ്രസിനൊപ്പം തന്നെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയാണ്.
അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഇത് കോൺഗ്രസ് നൽകിയ ഈ അച്ചടക്ക നടപടി അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ എന്നതിന് എന്ത് വിലയാണുള്ളത് എന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണവുമായി പോകുന്നതിനെതിരെ കടുത്ത നിലപാട് ഒരു വിഭാഗം എടുക്കുകയും അതേ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിലനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതി ഔദ്യോഗിക ഫോറത്തിനോ സർക്കാരിനോ ഒന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും രാഹുലിനെതിരെ ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ഔദ്യോഗികമായി ഒരു പരാതി ലഭിച്ചൊരു സാഹചര്യത്തിൽ, അതായത് ഒരു അറസ്റ്റിലേക്ക് FIR എടുത്ത് കേസെടുത്തിരിക്കുകയാണ്, ഒരു അറസ്റ്റിലേക്ക് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം നിൽക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വത്തിന് ഈ അതിജീവിത കോൺഗ്രസ് നേതൃത്വത്തിന് ഔദ്യോഗിക രാഹുൽ ഗാന്ധിക്ക് അടക്കം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ വിഷയത്തിൽ ഈ രീതിയിൽ ഒരു കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ ഒരു പ്രമുഖ MLA-ക്കെതിരെ യുവ നേതാവിനെതിരെ രാഹുൽ ഗാന്ധിക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ദേശീയ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ അതിജീവിതയെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ധൈര്യപൂർവ്വം രംഗത്ത് അതിജീവിത വന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു അതിജീവിതയ്ക്ക് എതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ എത്ര വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ മാസം ഈ നാളുകളിലുടനീളം അതിജീവിത നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ധൈര്യപൂർവ്വമാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത്. അതിന് പിന്നാലെ അതേ രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും ഈ അതിജീവിത പരാതി നൽകിയിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇനി ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും പരാതി ഒരിടത്ത് പോലും ലഭിച്ചിട്ടില്ല എന്നൊരു അക്ഷരം ആ രീതിയിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ കഴിയുകയില്ല. മാത്രമല്ല രാഹുലിനെ രാഹുലിനെ എതിർക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണമെന്നും MLA സ്ഥാനം പോലും രാജിവെക്കണമെന്നും ആവശ്യം ഉന്നയിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ നേതൃനിരയിലുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു പരാതി അതിജീവിതയുടെ പരാതി ലഭിക്കുമ്പോൾ അത് രാഹുലിനെതിരെ പ്രയോഗിക്കാൻ ഔദ്യോഗിക ഫോറങ്ങളിൽ അല്ലെങ്കിൽ യോഗങ്ങളിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ്. കാരണം ഇത്രയും നാൾ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് പരാതികൾ ലഭിച്ചില്ല എന്നും ഈ അതിജീവിത രംഗത്തെത്തിയിട്ടില്ല എന്നുമാണ്. ഇതൊക്കെ വെറും ഒരു സൈബർ ഇടങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്നായിരുന്നു പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ രേഖാമൂലം കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വത്തിന് എത്തുമ്പോൾ ഇനി ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുലിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കുന്നത് ഏറ്റവും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലും രാഹുൽ ഒരു പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമാണ്. സർക്കാർ നിയമപരമായ സംരക്ഷണം രാഹുലിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതേ രീതിയിൽ തന്നെ പാർട്ടിയിൽ നിന്നുള്ള സംരക്ഷണവും രാഹുലിന് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഇവിടെ അടയുകയാണ്. അതിനുള്ള സാധ്യത എല്ലാ വാതിലുകളും ഇപ്പോൾ രാഹുലിന് നേരെ അടയുകയാണ്. അതിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം രേഖാമൂലം ആ പെൺകുട്ടി ഔദ്യോഗിക നേതൃത്വത്തിന് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയ സാഹചര്യത്തിൽ